താനൂർ കസ്റ്റഡി മരണം അന്വേഷണം സിബിഐക്ക് വിട്ടു. ഇത് സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. കേസ് സിബിഐക്ക് കൈമാറാൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിന് ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനമായത്. താനൂരിൽ ലഹരി കേസിൽ പിടികൂടപ്പെട്ട യുവാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സംഭവം സിബിഐ അന്വേഷിക്കും. ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പുവെച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനം. തിരുരങ്ങാടി സ്വദേശി താമിർ ജെഫ്രിയാണ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത്. താമിറിന് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനം ഏറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇക്കഴിഞ്ഞ 1-ാം തീയതി പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമിർ ജെഫ്രി സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ താനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ താമിറിന് ക്രൂരമർദ്ദനം ഏറ്റതായി തുടക്കം മുതൽ ആരോപണം ഉയർന്നു. ഇത് ശരിവെക്കുന്ന തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നതോടെ പോലീസ് പ്രതിക്കൂട്ടിലായി. മുഖരക്ഷിക്കാൻ താനൂർ സ്റ്റേഷനിലെ എസ്ഐയും ഡാൻസ് ഓഫ് ടീമും അടക്കം 8 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേസ് അന്വേഷണം ആദ്യം ജില്ലാ ക്രൈംബ്രാഞ്ചിനും പിന്നീട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനും കൈമാറി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല. ഇതിനിടെ താമിറിനെ ചേളാരിൽ നിന്ന് തലേന്ന് വൈകുന്നേരം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നെന്ന് കുടുംബവും കൂടെ കസ്റ്റഡിയിലെടുത്ത യുവാവും വെളിപ്പെടുത്തി. ഇത് ശരിവെക്കുന്ന തരത്തിൽ താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുക്കുകയും ക്വാർട്ടേഴ്സ് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് കേസ് സിബിഐക്ക് വിടാൻ ശുപാർശ ചെയ്തിരുന്നത്.